ഹാപ്പി അറിഞ്ഞ കുടുംബാസംഘം അറിഞ്ഞു കേരളത്തിൽ അതിപ്പോഴാണ് അറിയുന്നത്. നാട്ടിൽ മൊത്തം പ്രശ്നമായിട്ടിരിക്കുക ഈ കുടുംബാസംഘം. ഏറ്റവും മുൻകരുതൽ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുൻകരുതൽ എടുക്കണം. ആദ്യം നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് ആദ്യം ഇപ്പോൾ നമ്മൾ സേഫ്റ്റി ചെറിയ വീടിന് അടുക്കളയ്ക്ക് മുമ്പോട്ട് റോഡ് കാണത്തില്ല. ഉള്ളവർ അമ്മയ്ക്ക് ഇറക്കി പോകണമെന്നാണ് ഇതിനെ കേൾക്കണം. എന്നിട്ട് നമ്മളെന്താണെന്നറിയാം, ബാക്ക് നമ്മുടെ വീടുകളിൽ ഗ്യാസ് കുറ്റി ഉണ്ടല്ലോ, ആ ഗ്യാസ് കുറ്റി എടുത്ത് ബാക്കിൽ എഴുതാൻ കൊടുത്തിട്ട് നമ്മളതിനകത്ത് പാത്രം അതിൻ്റെ മേലിൽ ഇങ്ങനെ വെക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പാത്രം എടുത്ത് കൊടുക്കണം. അതിൻ്റെ മേലിൽ ഇത്രയും സംഭവങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ സേഫായിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര ആര് വന്ന് നമുക്ക് പൊട്ടിയാലും നമുക്ക് കറക്റ്റായിട്ട് അറിയാവും എത്ര ഉറക്കം നമുക്കുണ്ടായാലും. അമ്മാനെ അത് കഴിഞ്ഞ് ചരുവത്തിനകത്ത് മുളക് പൊടി കലക്കി വെച്ചിരിക്കുക. ഇവന്മാർ കീറി കഴിഞ്ഞ് അഥവാ ഈ തള്ളി കീറി കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി പോലീസ് വരുന്നതിന് മുൻപ് ഇവന്മാരകത്ത് കീറി കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി എടുത്ത് നമ്മൾ വീഴ്ത്തണം. മുഖത്തേക്ക് തന്നെ വീഴ്ത്തണം. നമ്മളെ കണ്ണിൽ വെച്ച് പാനിക്കാവുന്നു. നമ്മൾ ആ പോസ്റ്റ് തന്നെ നമ്മൾ എഴുതുക. പോലീസ് വരാൻ താമസിക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ എല്ലാവരും ചെയ്തുള്ള പോലീസിൻ്റെ നമ്പർ, അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ നമ്മൾ എപ്പോഴും മൊബൈലിനകത്ത് നമ്മൾ അയച്ചിട്ടിരിക്കണം. എമർജൻസി ഘട്ടങ്ങളിലായാലും നമ്മൾ ആ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എമർജൻസി ആയിട്ട് പോലീസ് നമ്മളെ വീട്ടിലുണ്ട്. ഇനി എല്ലാവരും ധൈര്യമായിട്ട് കിടന്നുള്ളതായിരിക്കും. അംഗത്തെ ആയാലും നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കെട്ടുകിട്ടി. അതെന്താണ് പറയുന്നത്.